എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫെക്ട്സ് ഇൻ ടിമ്പറിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഡിഫെക്ട്സ്, എന്തൊക്കെ കാരണമാണ് ടിമ്പറിൽ ഡിഫെക്ട്സുകൾ വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി എങ്ങനെയൊക്കെയാണ് ഡിഫെക്ട്സ് വരുന്നത്? ഒന്ന്, നാച്ചുറൽ ഫോഴ്സസ് വഴി ഡിഫെക്ട്സുകൾ വരാം. അതുപോലെ ഇൻസെക്റ്റ് കാരണം ഉണ്ടാവാം, സീസണിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഉണ്ടാവാം, അതുപോലെ ഫംഗൈയുടെ ഉപദ്രവം കൊണ്ട് ഉണ്ടാവാം, അതുപോലെ കൺവേർഷൻ സമയത്ത് ഉണ്ടാവാം. അങ്ങനെ 5 ടൈപ്പ് ഡിഫെക്റ്റുകളാണ് ടിമ്പറിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫെക്ട്സ് ഇൻ ടിമ്പർ ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് കാരണം ടിമ്പറിൽ ഉണ്ടാകുന്ന ഡിഫെക്ട്സുകൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് വിൻഡ് ക്രാക്സ്, ഷെയ്ക്സ്, ട്വിസ്റ്റഡ് ഫൈബേഴ്സ്, അപ്സെറ്റ്സ്, റിൻഡ് ഗാൾസ്, ബേൾസ്, വാട്ടർ സ്റ്റെയിൻ, കെമിക്കൽ സ്റ്റെയിൻ, ഡെഡ് വുഡ്, നോട്ട്സ്, കോഴ്സ് ഗ്രെയിൻ, ഫോക്സിനസ്, ഡ്രക്സിനസ്, കാലസ്. ഇത്രയാണ് നാച്ചുറൽ ഫോഴ്സസ് കാരണം ടിമ്പറിലുണ്ടാകുന്ന ഡിഫെക്റ്റുകൾ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഏത് ഡിഫെക്റ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കാലസ്ന്നോ അല്ലെങ്കിൽ വാട്ടർ സ്റ്റെയിൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും PSC ചോദിക്കാറുണ്ട്. ഇങ്ങനെ മാറി മാറി ചോദിക്കുന്ന ഇതാണ്. കഴിഞ്ഞ ലെക്ചർ റൂറൽ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചതായിരുന്നു ഫോക്സിനസ്. അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അത് എന്ത് ഡിഫെക്റ്റ് ആണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫോക്സിനസ് എന്നായിരുന്നു അതിൻ്റെ ആൻസർ. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ക്സുകൾ അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. Wind cracks in timber. If the wood is exposed continuously to the high speed winds, the outer surface shrinks and forms crack externally, which are called wind cracks. അതായത് വിൻഡ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് വിൻഡ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കും. വിൻഡുള്ള ഏരിയയിലാണ് കണ്ടിന്യൂസ് ആയി അതിൽ വിൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, അതിൻ്റെ സർഫസ് ഷ്രിങ്ക് ചെയ്യും, അതിന് എക്സ്റ്റേണലി ക്രാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനാണ് വിൻഡ് ക്രാക്സ് ഇൻ ടിമ്പർ എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് എക്സ്റ്റേണലി ക്രാക്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഷേക്സ് ഇൻ ടിമ്പർ. ഷേക്സ് ആർ നത്തിങ് ബട്ട് ക്രാക്സ് വിച്ച് സെപ്പറേറ്റ് ദ വുഡ് ഫൈബേഴ്സ് പാർട്ട്ലി ഓർ കംപ്ലീറ്റ്ലി. അപ്പോൾ ഷേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്സ് തന്നെയാണ്, പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വുഡ് ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കാരണമാവുന്ന ക്രാക്സ് ആണ് ഈ ഷേക്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഷേക്കുകളുണ്ട്. കപ്പ് ഷേക്ക്, ഹേർഡ് ഷേക്ക്, റിംഗ് ഷേക്ക്, സ്റ്റാർ ഷേക്ക്, റേഡിയൽ ഷേക്ക്. അപ്പോൾ ഇനി ഓരോന്നും എന്താ നോക്കാം. കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഫോംഡ് ഡ്യൂ ടു നോൺ യൂണിഫോം ഗ്രോത്ത് ഓഫ് എ ട്രീ ഓർ എക്സസീവ് ബെൻഡിങ് ബൈ സൈക്ലോൺസ് ഓർ വിൻഡ്സ്. കപ്പ് ഷേക്സ് ഉണ്ടാകുന്നത് സൈക്ലോണോ വിൻഡൊക്കെ വഴി ഉണ്ടാകുന്ന എക്സസീവ് ബെൻഡിങ് ആണ് ഉദ്ദേശിക്കുന്നത് കപ്പ് ഷേക്സ്. അതുകൊണ്ടാണ് എക്സസീവായിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ ഷേക്സ് ഡെവലപ്പ് ബിറ്റ്വീൻ ആനുവൽ റിങ്സ് ആൻഡ് സെപ്പറേറ്റ് ദം പാർട്ട്ലി. അപ്പോൾ അത് ആനുവൽ റിങ്സിൻ്റെ ഇടയിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കർവ്ഡ് ഷേപ്പിൽ ക്രാക്ക് ഉണ്ടാവുക, അതാണ് ഈ കപ്പ് ഷേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കപ്പ് പോലെ ആ ഒരു ക്രാക്ക് എക്സസീവ് ബെൻഡിങ് കാരണമാണ് ഉണ്ടാകുന്നത്, ഈ സൈക്ലോൺ വിൻഡ് കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് കൊണ്ട്. ഓക്കെ, ഈ ഹേർഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ അതർ ടൈപ്പ് ഓഫ് ഷേക്സ് വിച്ച് ഡെവലപ്പ് ഇൻ മെച്യൂരിറ്റി അപ്രോച്ചിങ് ട്രീസ് ഹൂസ് ഇന്നർ പാർട്ട് ഈസ് അണ്ടർ ഷ്രിങ്കേജ്. ദ ഷേക്ക് സ്പ്രെഡ് ഫ്രം പിത്ത് ടു സാപ്പ് വുഡ് ഫോളോയിങ് ദ ഡയറക്ഷൻ ഓഫ് മെഡുലറി റേസ്. ഓക്കെ, അപ്പോൾ ഹേർഡ് ഷേക്ക് എന്ന് പറയുന്നത് പിത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇന്നർ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടിമ്പറിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എഴുതുക PHSCB എന്നാണ്. P എന്ന് പറഞ്ഞാൽ പിത്ത്, H എന്ന് പറഞ്ഞാൽ ഹേർട്ട് വുഡ്, PHSCB. S എന്ന് പറഞ്ഞാൽ സാപ്പ് വുഡ്, C എന്ന് പറഞ്ഞാൽ കാമ്പിയം ലെയർ, B എന്ന് പറഞ്ഞാൽ ബാർക്ക്. അപ്പോൾ PHSCB ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഓർഡർ ആണത്. PHSCB പിത്ത്, ഹേർട്ട് വുഡ്, സാപ്പ് വുഡ്, കാമ്പിയം ലെയർ, ബാർക്ക്. ഓക്കെ, അപ്പോൾ പിത്തിൽ നിന്ന് സാപ്പ് വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്രാക്കിനെയാണ് നമ്മൾ ഹേർഡ് ഷേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മെച്യൂരിറ്റി അപ്രോച്ചിങ് ട്രീസിലാണ്, അവിടെയാണ് ഈ അങ്ങനെയുള്ള ട്രീസിലാണ് ഈ ഹേർഡ് ഷേക്സ് ഉണ്ടാകാറ്. അതായത് അതിൻ്റെ ഇന്നർ പാർട്ട് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഷ്രിങ്കേജ്. അപ്പോൾ അത് കാരണം പിത്തിൽ നിന്ന് സാപ്പ് വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്രാക്കാണ് ഈ ഹേർഡ് ഷേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ സിമിലർ ടു കപ്പ് ഷേക്സ് ബട്ട് ദേ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ദ ആനുവൽസ് റിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കപ്പ് ഷേക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് പോലെ പകുതി ഉണ്ടാവുള്ളൂ, പാർട്ട്ലി ക്രാക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞാൽ കപ്പ് ഷേക്ക് പോലെ തന്നെയാണ്, പക്ഷെ അത് റിംഗ് പോലെ കിടക്കും. അപ്പോൾ അത് ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അത് കാരണമാവും. അങ്ങനെയുള്ള ഷേക്കിനെയാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗറിൽ ഓരോ ഡിഫറെൻറ്റ് ഷേക്കിൻ്റെയും ഫിഗറുകളുണ്ട്. ഫസ്റ്റ് ഫിഗർ കപ്പ് ഷേക്കാണ്. പാർട്ട്ലി ആണ് അത് നമ്മുടെ ആനുവൽ റിങ്സിനെ സെപ്പറേറ്റ് ചെയ്യുള്ളൂ. കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യുന്നത് റിംഗ് ഷേക്ക് വഴിയാണ്. ഓക്കെ,
അപ്പോൾ റിങ് പോലെ തന്നെ ഉണ്ട്, കംപ്ലീറ്റ്ലി അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇനി ഹാർഡ് ഷേക്ക് ഞാൻ പറഞ്ഞു, പിത്ത് മുതൽ സാപ്വുഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യണതാണ് ഹാർഡ് ഷേക്ക്. ഇനി അതുപോലെയുള്ളതാണ് സ്റ്റാർ ഷേക്ക്. ദേ ആർ ഫോംഡ് ഡ്യൂ ടു എക്സ്ട്രീം ഹീറ്റ് ഓർ സിവിയർ ഫ്രോസ്റ്റ് ആക്ഷൻ. ദേ ഡെവലപ്പ് വൈഡർ ക്രാക്സ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് ദ ടിമ്പർ ഫ്രം ബാർക്ക് ടു ദി സാപ്വുഡ്. അപ്പോൾ ഔട്ടറിൽ നിന്ന്, ബാർക്കിൽ നിന്ന് സാപ്വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ ക്രാക്കാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് അത് വലിയ ക്രാക്ക് ആയിരിക്കും, വൈഡർ ക്രാക്സ് ഔട്ട്സൈഡ് ഉണ്ടായിട്ട് ഉള്ളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനെയുള്ളത്. ദേ ആർ ഡ്യൂ ടു എക്സ്ട്രീം ഹീറ്റോ അല്ലെങ്കിൽ സിവിയർ ഫ്രോസ്റ്റ് ആക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. ഇനി റേഡിയൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഡെവലപ്ഡ് റേഡിയലി ഫ്രം പിത്ത് ടു ദി ബാർക്ക്. പിത്ത് മുതൽ ബാർക്ക് വരെ റേഡിയലി ഫോം ചെയ്യണ ഷേക്കിനെയാണ് നമ്മൾ റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 5 ടൈപ്പ് ഷേക്ക് പറഞ്ഞു. കപ്പ് ഷേക്ക് പറഞ്ഞു, കപ്പ് ഷേക്കിൻ്റെ അഡ്വാൻസ്ഡ് ഫോമാണ് റിംഗ് ഷേക്ക്, റിംഗ് പോലെ ഇരിക്കും. ദെൻ ഹാർഡ് ഷേക്ക് ഞാൻ പറഞ്ഞു, പിത്ത് മുതൽ സാപ്വുഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യണതാണ്. സ്റ്റാർ ഷേക്ക് നേരെ തിരിച്ച്, ബാർക്ക് ടു സാപ്വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സ്റ്റാർ ഷേക്ക്. ദെൻ റേഡിയൽ ഷേക്ക്, റേഡിയൽ ഡയറക്ഷനിൽ പിത്ത് മുതൽ ബാർക്ക് വരെ ഉണ്ടാവുന്ന ഷേക്കാണ് റേഡിയൽ ഷേക്ക്. ഓക്കെ, അടുത്തത് പറയാനുള്ളത് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് ഇൻ ടിമ്പർ. Twisted fiber എന്ന് പറഞ്ഞാൽ എന്താ? When the tree is in its younger stage, it is exposed to high speed winds. The fibers of the wood gets twisted. This type of wood is not suitable for sawing. So this can be used for making poles and posts, etc. അതായത് ഹൈ സ്പീഡ് വിൻഡിനെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫൈബേഴ്സ് ഓഫ് വുഡ് ഗെറ്റ് ട്വിസ്റ്റ് ചെയ്യും അത്. അപ്പോൾ എന്താ വെച്ചാൽ അത് സോയിങ്ങിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളത് പോൾസോ പോസ്റ്റൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ യങ്ങർ സ്റ്റേജിൽ തന്നെ വിൻഡ് ആയിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈബേഴ്സ് ട്വിസ്റ്റ് ചെയ്യുന്നതിനാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ട്വിസ്റ്റഡ് ഫൈബേഴ്സിൻ്റെ ഫിഗറാണ്. ഓക്കെ, അടുത്തത് അപ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എ ഡിഫക്റ്റ് ഓഫ് ടിമ്പർ ഇൻ വിച്ച് ദ ഫൈബേഴ്സ് ഓഫ് ദ വുഡ് ആർ ക്രഷ്ഡ് ആൻഡ് കംപ്രസ്ഡ് ബൈ ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്സ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ചോപ്പിംഗ് ഓഫ് ദ ട്രീസ്. അതായത് അപ്സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈബേഴ്സ് ഓഫ് ദ വുഡിൻ്റെ ഫൈബേഴ്സ് ക്രഷ് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്യുക ബൈ ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്സ്. ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്സ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ചോപ്പിങ്ങോ കാരണം ഈ വുഡിൻ്റെ ഫൈബേഴ്സ് ക്രഷ് ചെയ്യണതിനോ കംപ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ അപ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് റിൻഡ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ദ കർവ്ഡ് സ്വെല്ലിംഗ് ഓഫ് ദി ട്രീസ് വിച്ച് ആർ ഫോംഡ് അറ്റ് എ പോയിന്റ് വേർ ദ ബ്രാഞ്ച് ഓഫ് ദി ട്രീസ് ഈസ് ഇംപ്രോപ്പർലി റിമൂവ്ഡ് ഓർ ഫെൽ ഡൗൺ. അതായത് ഒരു ട്രീയുടെ ബ്രാഞ്ച് ഇംപ്രോപ്പർലി റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫെൽ ഡൗണോ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന കർവ്ഡ് സ്വെല്ലിങ്സിനെയാണ് നമ്മൾ റിൻഡ് ഗേൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ നിന്നാണോ ബ്രാഞ്ച് കട്ടായി പോയത് അല്ലെങ്കിൽ റിമൂവ് ആയി പോയത്, ഇംപ്രോപ്പറായിട്ട് റിമൂവ് ആയി പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കർവ്ഡ് സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ റിൻഡ് ഗേൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ബേൾസ് ആണ്. എന്താണ് ബേൾസ്? ദേ ആർ ദ അൺഈവൻ പ്രൊജക്ഷൻസ് ഓൺ ദ ബോഡി ഓഫ് ദ ട്രീ ഡ്യൂറിങ് ഇറ്റ്സ് ഗ്രോത്ത്. അപ്പോൾ വളരുന്ന സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന അൺഈവൻ ഗ്രോത്തിനെയാണ് നമ്മൾ ബേൾസ് എന്ന് പറയുന്നത്. ദേ ആർ മെയിൻലി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ഷോക്സ് ആൻഡ് ഇഞ്ചുറീസ് റിസീവ്ഡ് ബൈ ദ ട്രീ ഡ്യൂറിങ് ഇറ്റ്സ് യങ്ങർ സ്റ്റേജിൽ എന്തെങ്കിലും ഷോക്കോ ഇഞ്ചുറീസോ ഉണ്ടാവണ കാരണം ആണ് ഈ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അൺഈവൻ പ്രൊജക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേൾസ് എന്ന് പറയുന്നത്. Next one, water stain. When the wood is in contact with water for some time, the water will damage the color of the wood and forms a stain on its surface. This defect is called water stain. അതായത് വുഡ് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ ഈ വാട്ടർ കാരണം അതിൻ്റെ സർഫസിലത്തെ കളറിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ഒരു സ്റ്റെയിൻ പോലെ അവിടെ സർഫസിൽ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നോർമൽ കളറിനേക്കാളും വാട്ടറായിട്ട് കോണ്ടാക്ട് ആയ സ്ഥലത്ത് വേറൊരു കളറിന് ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വാട്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ വാട്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഏജൻസുമായിട്ട് കോണ്ടാക്ട് വരികയാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറായിട്ടുള്ള ഉണ്ടാവുന്ന ഗ്യാസസുമായിട്ട് ഇത് കണക്ട് ചെയ്ത് റിയാക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സ്റ്റെയിൻ, അതായത് ആ ഏരിയ ഡിസ്കളർ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. കെമിക്കൽ സ്റ്റെയിൻ is formed on the wood by the action of the external chemical agents like reaction by the gases present in the atmosphere, etc. The stain area gets discolored in this defect. അപ്പോൾ ഇതിലുണ്ടാകുന്ന കെമിക്കൽ ഏജൻസീസായിട്ട് കോണ്ടാക്ട് ആയി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസുമായിട്ട് കോണ്ടാക്ട് ആയിട്ട് അവിടെ ഒരു കെമിക്കൽ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇതെല്ലാം കൊണ്ട് അവിടെ ഒരു ഡിസ്കളറേഷൻ, ആ ഒരു ഏരിയയിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കെമിക്കൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അടുത്തത് ഡെഡ് വുഡ്. ദ വുഡ് ഒബ്റ്റെയിൻ ഫ്രം കട്ടിംഗ് ഓഫ് ദ ഡെഡ് ട്രീ ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് ആക്ച്വലി ഡിഫെക്റ്റഡ്.
ഇറ്റ് ഈസ് റെഡിഷ് ഇൻ കളർ ആൻഡ് ഇറ്റ്സ് സ്ട്രെങ്ത് ഈസ് വെരി ലെസ്. അപ്പോൾ ഡെഡ് ട്രീയിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ് ഡെഡ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആക്ച്വലി ഡിഫക്റ്റഡ് സാധനമാണ്, സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ദേ ആർ റെഡിഷ് ഇൻ കളറായിരിക്കും. കണ്ടു തീർച്ചയായുമ്പോൾ ഭയങ്കര റെഡിഷ് കളറായിരിക്കും, ലൈറ്റ് ആൻഡ് വെയിറ്റ് ആയിരിക്കും. അതായത് ഡെഡ് ട്രീന്ന് കട്ട് ചെയ്യണ വുഡാണ് ഈ ഡെഡ് വുഡ് എന്ന് പറയുന്നത്. അടുത്തത് നോട്ട്സ് ഇൻ ടിമ്പർ. The central part of stem of tree is majorly used in the conversion of timber. Branches from the stem are removed and whole rounded stem is taken. But the base of the branches forms a mark on the stem, which results in dark colored stains on the surface after conversion. These dark colored stains are due to the continuity of wood fibers. The dark colored rings are known as knots. അതായത് നമ്മുടെ ഒരു ട്രീയുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് അല്ലെങ്കിൽ സ്റ്റെമ്മാണ്. അതാണ് പൊതുവെ കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റെമ്മിൽ നിന്ന് അതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹോൾ റൗണ്ട് സ്റ്റെമ്മാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു മാർക്ക് ഉണ്ടാവാറുണ്ട്, ഒരു സ്റ്റെമ്മിൽ ഒരു മാർക്ക് ഉണ്ടാവും. അപ്പം അത് പിന്നീട് ഡാർക്ക് കളേർഡ് സ്റ്റെയിൻസ് ആയിട്ട് ഫോം ചെയ്യും. സർഫസിൽ കൺവേർഷൻ സമയത്ത് അത് പിന്നീട് ഉണ്ടാവുന്ന ഈ ബ്രാഞ്ചസ് നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ സ്റ്റെമ്മിൽ നിന്ന് എടുക്കുമ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹോൾ റൗണ്ടഡ് സ്റ്റെമ്മാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് പിന്നീട് കൺവേർഷൻ സമയത്ത് ഡാർക്ക് കളേർഡ് സ്റ്റെയിൻ ആയിട്ട് മാറും. ഈ ഡാർക്ക് കളേർഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കണ്ടിന്യൂറ്റി വുഡ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഈ ഡാർക്ക് കളേർഡ് ഒരു കറുത്തൊരു കളർ അവിടെ ഡാർക്ക് കളേർഡ് റിങ്സിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോഴ്സ് ഗ്രെയിൻ ഡിഫക്റ്റ് ഇൻ ടിമ്പർ. എന്താണ് കോഴ്സ് ഗ്രെയിൻ ഡിഫക്റ്റ്? ഒരു ട്രീയുടെ ഏജ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ആനുവൽ റിങ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് ട്രീസിൽ എന്ത് സംഭവിക്കും? ആനുവൽ റിങ്സും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ ലാർജ് ആയിരിക്കും. അങ്ങനെയുള്ള ട്രീസിനെയാണ് നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ സ്ട്രെങ്ത്തും കുറവായിരിക്കും. ചില സമയത്ത് ഈ യങ്ങർ സ്റ്റേജിൽ നിന്ന് ഇവർ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ആനുവൽ റിങ്സ് വൈഡൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് കോഴ്സ് ഗ്രെയിൻ ഡിഫക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ടിമ്പർ ഫോക്സിനസ്. ടിമ്പർ ഫോക്സിനസ് എന്ന് പറഞ്ഞാൽ എന്താ? When the timber is stored without proper ventilation, the trees growing near the banks of water bodies and over matured trees may exhibit this type of defect. Foxiness is generally indicated by red or yellow spot. അപ്പോൾ റെഡ് അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് വഴിയാണ് ഈ ടിമ്പർ ഫോക്സിനസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? വിത്തൗട്ട് പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാണ്ട് നമ്മൾ ടിമ്പർ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ദേ ആർ ട്രീസ് ഗ്രോയിങ് നിയർ ദ ബാങ്ക് ഓഫ് ദ റിവറിൻ്റെ ബാങ്കിൽ, അതുപോലെ ഓവർ മെച്ചുവേർഡ് ട്രീസിലൊക്കെയാണ് ഇത് ഡിഫക്റ്റ് കാണുന്നത്. ദേ ആർ ഗ്രോയിങ് വിത്തൗട്ട് പ്രോപ്പർ വെന്റിലേഷൻ. അങ്ങനെയുള്ള ട്രീസിലാണ് ഫോക്സിനസ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ യെല്ലോ അല്ലെങ്കിൽ റെഡ് സ്പോട്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ലെക്ചറിൽ റൂറൽ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചത്. യെല്ലോ സ്പോട്ട് വഴി കാണുന്ന ആ ഡിഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. അതിന് നമ്മൾ പറയുന്ന പേര് ഫോക്സിനസ് എന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രക്സിനസ്. ഫോക്സിനസ് പോലെ തന്നെയാണ് ഡ്രക്സിനസ് എന്ന് പറയുന്ന ഒരു ഇത്. അതെന്ന് പറയുന്നത് ടോപ്പ് സർഫസ് ഓഫ് ദ ടിമ്പറിൽ വൈറ്റ് സ്പോട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ ഡ്രക്സിനസ് എന്ന് പറയും. യെല്ലോ ആണെങ്കിൽ അതിനെ ഫോക്സിനസ് എന്ന് പറയും. അപ്പോൾ ഈ സ്പോട്ട് എന്ന് പറയുന്നത് വിൽ ആക്സസ് ടു ഫംഗൈക്കുള്ള ആക്സസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ഡ്രക്സിനസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സ്പോട്ടായിട്ട് അതിൻ്റെ സർഫസിൽ ഒരു വൈറ്റ് സ്പോട്ടാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഡ്രക്സിനസ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് കാലസ്. ദ വൂണ്ട് ഓഫ് ദ ട്രീ ഈസ് കവേർഡ് ബൈ എ സോഫ്റ്റ് സ്കിൻ വിച്ച് ഈസ് കോൾഡ് കാലസ്. അപ്പോൾ ഒരു ട്രീയുടെ വൂണ്ട് ഒരു സോഫ്റ്റ് സ്കിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. വൂണ്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു സോഫ്റ്റ് സ്കിൻ കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഡ്യൂ ടു ഫംഗൈ. ഇതുപോലെ തന്നെ ഫംഗൈയുടെ അറ്റാക്ക് കൊണ്ട് ഈ ടിമ്പറിൽ കുറേ ഡിഫക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈ റോട്ട്, വെറ്റ് റോട്ട്, ബ്രൗൺ റോട്ട്, വൈറ്റ് റോട്ട്, ബ്ലൂ സ്റ്റെയിൻ, ഹേർട്ട് റോട്ട്, സാപ്പ് സ്റ്റെയിൻ. അപ്പോൾ ഇത്രയാണ് ടിമ്പറിൽ ഉണ്ടാകുന്ന ഫംഗൈയുടെ അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ. അപ്പോൾ ഡ്രൈ റോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ റോട്ട് ഈസ് കോസ്ഡ് ബൈ എ സർട്ടൻ ടൈപ്പ് ഓഫ് ഫംഗൈ ദാറ്റ് ഈറ്റ്സ് ഫുഡ് ഫോർ ദെയർ ലിവിങ്. ഡ്രൈ റോട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗൈയുടെ ആക്ട് വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഈ ഫംഗൈ എന്ത് ചെയ്യും? ആ വുഡിനെ അതിൻ്റെ ഫുഡായിട്ട് അതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ വുഡിന് നമ്മൾ അതിൻ്റെ ഫുഡായിട്ട് എടുക്കും, ഈറ്റ് ചെയ്യും. അപ്പോൾ അതെന്തുണ്ടാവും? അത് ഈ ഫംഗൈ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് പൗഡർ ഫോമിലാക്കും. ദിസ് ഒക്കേഴ്സ് മെയിൻലി വെൻ ദർ ഈസ് നോ വെന്റിലേഷൻ ഓഫ് എയർ ഓർ ഇഫ് ദ വുഡ് ഈസ് ഇംപ്രോപ്പർലി സീസൺഡ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ ഇല്ലാത്ത സമയത്തോ അതുപോലെ ഇംപ്രോപ്പർലി സീസൺഡ് ചെയ്തിട്ടുള്ള വുഡിലോ ആണ് ഇങ്ങനെയുള്ളത് സംഭവിക്കുക.
absence of sunlight, dampness, presence of sap will increase the growth of dry rot causing fungi. അപ്പോൾ സൺലൈറ്റ് ഇല്ലാണ്ടിരിക്കുക, ഡാമ്പ്നെസ് കൂടുതലുണ്ടാവുക, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് സാപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് ഓഫ് ഡ്രൈ റോട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫംഗൈയുടെ അറ്റാക്കും കൂടുതലായിരിക്കും. This can be prevented by using well seasoned wood and also by painting the timber surface with copper sulphate. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടിമ്പറിനെ വെൽ സീസൺഡ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ സർഫസ് കോപ്പർ സൾഫേറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഡ്രൈ റോഡ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഡ്രൈ റോഡ് എന്ന് പറയുന്നത് സർട്ടൻ ടൈപ്പ് ഓഫ് ഫംഗൈ അതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനെ വുഡിനെ തന്നെ ഈറ്റ് ചെയ്യും. അപ്പോൾ അതെന്ത് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഒരു പൗഡർ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെറ്റ് റോട്ട് ഇൻ ടിമ്പർ. വെറ്റ് റോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗൈ ദാറ്റ് ഡീകമ്പോസ് ദ ടിമ്പർ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഗ്രേയിഷ് ബ്രൗൺ പൗഡർ ഫോം. അപ്പോൾ വെറ്റ് റോട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗൈ അതിൻ്റെ ടിമ്പറിനെ ഡീകമ്പോസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഒരു ഗ്രേയിഷ് ബ്രൗൺ പൗഡർ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ വെറ്റ് റോട്ട് കോസിങ് ഫംഗൈ growths mainly when there are alternate dry and wet conditions of timber. alternate dry അല്ലെങ്കിൽ wet conditions ടിമ്പറിൽ ഉണ്ടാവുകയാണെങ്കിൽ ആണ് ഈ വെറ്റ് റോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വെറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൈ ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഗ്രേയിഷ് ബ്രൗൺ പൗഡർ ഫോം. ഗ്രേയിഷ് ബ്രൗൺ പൗഡർ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക, അതാണ് ഈ വെറ്റ് റോട്ട് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് ഡ്രൈ അല്ലെങ്കിൽ വെറ്റ് കണ്ടീഷൻസ് സംഭവിക്കുന്നിടത്താണ് വെറ്റ് റോട്ട് ഉണ്ടാവുക. അടുത്തത് ബ്രൗൺ റോട്ട്. എന്താണ് ബ്രൗൺ റോട്ട്? ദ സെല്ലുലോസ് കോമ്പൗണ്ട്സ് ഓഫ് ദ വുഡ് ആർ കൺസ്യൂംഡ് ബൈ സർട്ടൻ ടൈപ്സ് ഓഫ് ഫംഗൈ വിച്ച് ദെൻ മേക്സ് ദ വുഡ് ബ്രൗണിഷ്. ദിസ് ഡിഫക്റ്റ് ഇസ് കോൾഡ് ബ്രൗൺ റോട്ട്. അതായത് സർട്ടൻ ടൈപ്സ് ഓഫ് ഫംഗൈ ഇതിൻ്റെ സെല്ലുലോസ് കോമ്പൗണ്ട്സ്, വുഡിൻ്റെ സെല്ലുലോസ് കോമ്പൗണ്ട്സ് കൺസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ വുഡിനെ ബ്രൗണിഷ് കളറിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ബ്രൗൺ റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെല്ലുലോസ് കോമ്പൗണ്ട്സ് ഫംഗൈ കഴിക്കുന്നത് കാരണം, കൺസ്യൂം ചെയ്യുന്നത് കാരണം വുഡ് എന്താവും? ബ്രൗണിഷ് കളറാവും. അതിനെ ബ്രൗൺ റോട്ട് എന്നാണ് പറയുന്നത്. ഇനി വൈറ്റ് റോട്ട് എന്താ? ബ്രൗൺ റോട്ട് പോലെ തന്നെ വൈറ്റ് റോട്ടിൽ സെർട്ടൻ ഫംഗൈ അറ്റാക്ക് ചെയ്യുന്നത് ലിഗ്നിൻ ഓഫ് ദ വുഡാണ്. ലിഗ്നിൻ ഓഫ് ദ വുഡ് ടിമ്പറിനെ അറ്റാക്ക് ചെയ്തിട്ട് സെല്ലുലോസ് കോമ്പൗണ്ടിനെ ലീവ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വുഡിൻ്റെ കളർ വൈറ്റ് ആയിട്ട് മാറും. അതിനെ നമ്മൾ വൈറ്റ് റോട്ട് എന്ന് പറയും. ഓക്കെ, സെല്ലുലോസ് കോമ്പൗണ്ട് ആണ് കൺസ്യൂം ചെയ്യണമെങ്കിൽ അതിൽ ബ്രൗൺ റോട്ടാണ്, ലിഗ്നിൻ ആണ് കൺസ്യൂം ചെയ്യുമെങ്കിൽ അത് വൈറ്റ് റോട്ടാണ്. ഇനി പറയാനുള്ളത് ബ്ലൂ സ്റ്റെയിൻ ഇൻ ടിമ്പർ. എന്താണ് ബ്ലൂ സ്റ്റെയിൻ? ഇറ്റ് ഈസ് എ ഡിഫക്റ്റ് കോസ്ഡ് ബൈ സം കൈൻഡ് ഓഫ് ഫംഗൈ വിച്ച് മേക്സ് ദ ടിമ്പർ ബ്ലൂയിഷ്. അപ്പോൾ ചില ഫംഗൈയുടെ ആക്ട് കാരണം നമ്മുടെ ടിമ്പർ എന്താവും? ബ്ലൂയിഷ് കളറാവും. അതിനാണ് ബ്ലൂ സ്റ്റെയിൻ ഇൻ ടിമ്പർ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഹേർട്ട് റോട്ടിനെ കുറിച്ചാണ്. എന്താണ് ഹേർട്ട് റോട്ട്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ട്രീസ് വെൻ ദ ഫംഗൈ അറ്റാക്ക് ദ ഹേർട്ട് വുഡ് ത്രൂ ഇറ്റ്സ് ന്യൂലി ഫോംഡ് ബ്രാഞ്ച്. ഒരു ഫംഗൈ അതിൻ്റെ ഹേർട്ട് വുഡിനെയാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഹേർട്ട് റോട്ട് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഫംഗൈ മേക്സ് ദ ട്രീ ഹോളോ ബൈ കൺസ്യൂമിങ് ഹേർട്ട് വുഡ്. അപ്പോൾ ഹേർട്ട് വുഡ് കൺസ്യൂം ചെയ്തിട്ട് ഈ ഫംഗൈ എന്ത് ചെയ്യും? നമ്മുടെ ട്രീനെ ഹോളോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ഹേർട്ട് റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടൻ ടൈപ്പ് ഓഫ് ഫംഗൈ അതിൻ്റെ ഹേർട്ട് വുഡ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ഹോളോ ആയിട്ട് മാറും. അതിന് തട്ടി നോക്കിയാൽ ഹോളോ സൗണ്ട് കേൾക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് ഹേർട്ട് റോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സാപ്പ് സ്റ്റെയിൻ. സാപ്പ് സ്റ്റെയിൻ ഇൻ ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ ടിമ്പർ ഇസ് മോർ ദാൻ 25%, സം ടൈപ്പ് ഓഫ് ഫംഗൈ അറ്റാക്ക് ദ സാപ്പ് വുഡ് ആൻഡ് മേക്ക് ഇറ്റ് ഡിസ്കളേർഡ്. അതിനാണ് സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ടിമ്പറിലെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് വെൽ സീസൺ ടിമ്പറിൽ 10 to 12% ആണ് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുക. ഇഫ് ദ മോയ്സ്ചർ കണ്ടന്റ് എക്സീഡ് 25%, മോർ ദാൻ 25% ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫംഗൈ നമ്മുടെ സാപ്പ് വുഡിനെ അറ്റാക്ക് ചെയ്യും, എന്നിട്ട് അത് ഡിസ്കളർ ആവും. ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഫംഗൈയുടെ അറ്റാക്ക് കൊണ്ടുള്ള ഡിഫക്റ്റ് പറഞ്ഞല്ലേ. ഇനി ഡ്യൂറിങ് സീസണിങ്ങിൽ കുറച്ച് ഡിഫക്റ്റുകൾ ടിമ്പറിൽ ഉണ്ടാവാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ബൗ, കപ്പ്, ചെക്ക്, സ്പ്ലിറ്റ്, ടിസ്റ്റ്, ഹണി കോമ്പിങ്, കേസ് ഹാർഡനിങ്, കൊളാപ്സ്, വാർപ്പ്, റേഡിയൽ ഷേക്സ്. അപ്പോൾ ഇത്രയും ഡിഫക്റ്റുകൾ ഈ ഡ്യൂറിങ് സീസണിങ്ങിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. വെൻ ദ കൺവേർട്ടഡ് ടിമ്പർ is stored for a long time, some timber planks may have a curve along its length which is known as bow. bow എന്ന് പറയുന്നത് ലെങ്ത് വൈഡ് ഡയറക്ഷനിൽ ഒരു കർവ് ഉണ്ടാവുക. ടിമ്പർ പ്ലാങ്ക്സിൽ അലോങ് ഇറ്റ്സ് ലെങ്ത് ഒരു കർവ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ബൗ എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, എലോങ് ഇറ്റ്സ് വിട്ടാണ് ഈ കർവ് പ്ലാങ്ക്സ് കർവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കപ്പിംഗ് ഓഫ് ടിമ്പർ എന്നാണ് പറയുന്നത്. ബൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വൈസ് ഒരു കർവ് ഉണ്ടാവുക. പ്ലാങ്ക്സ് ടിമ്പർ പ്ലാങ്ക്സ് മേ ഹാവ് കർവ് ഇൻ ദ ലെങ്ത് വൈസ് ഡയറക്ഷൻ, അതിനെ ബൗ എന്ന് പറയും. വിട്ട് വൈസ് ആണെങ്കിൽ അതിനെ കപ്പ് എന്ന് പറയും. ഓക്കെ, അടുത്തത് ചെക്ക്. ചെക്ക് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ ക്രാക്ക് ഇൻ ദ വുഡ് വിച്ച് വിൽ സെപ്പറേറ്റ് ദ വുഡ് ഫൈബേഴ്സ്. ദേ ഫോം ഡ്യൂ ടു ഓവർ സീസണിങ് ഓഫ് ടിമ്പർ. അപ്പോൾ ഓവർ സീസണിങ് കാരണം ഈ വുഡിൽ ക്രാക്ക് ഉണ്ടാവുക, അത് ഈ വുഡ് ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കാരണമാവും. അപ്പോൾ അതിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ സീസണിങ് കാരണം വുഡിലുണ്ടാവുന്ന ക്രാക്ക് വിച്ച് വിൽ സെപ്പറേറ്റ് ദി വുഡ് ഫൈബേഴ്സ്, അതിനെ പറയുന്നതാണ് ചെക്ക്. ഇനി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചെക്ക് ഉണ്ടായല്ലോ നേരത്തെ ഓവർ സീസണിൽ കാരണം ചെക്ക് ഉണ്ടായ ആ ചെക്ക് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്പ്ലിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ വുഡിനെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ചെക്ക് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ്. ഇനി അടുത്തത് ട്വിസ്റ്റ്. ട്വിസ്റ്റ് ഫോംസ് വെൻ ദ ടിമ്പർ പീസ് ഇസ് ഡിസ്റ്റോർട്ടഡ് സ്പൈറലി അലോങ് ഇറ്റ്സ് ലെങ്ത്. ടിമ്പർ പീസ് സ്പൈറലി ഡിസ്റ്റോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്വിസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ പ്രൊപ്പല്ലർ ബ്ലേഡ് ആഫ്റ്റർ ട്വിസ്റ്റിംഗ്. അപ്പോൾ ട്വിസ്റ്റിങ്ങിന് ശേഷം അതൊരു പ്രൊപ്പല്ലർ ബ്ലേഡ് പോലെ ഇരിക്കും. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ പ്രൊപ്പല്ലർ ബ്ലേഡ്. വെൻ ദ ടിമ്പർ പീസ് ഇറ്റ് ഈസ് ഡിസ്റ്റോർട്ടഡ് സ്പൈറലി അലോങ് ഇറ്റ്സ് ലെങ്ത് ഇറ്റ് ഈസ് കോൾഡ് ട്വിസ്റ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹണി കോമ്പിങ്. Honeycombing occurs in inner part of the timber which cannot be identified by just seeing. അപ്പോൾ honeycombing നമുക്ക് ചുമ്മാ കാണുന്നത് വഴി തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പാർട്ട്, ടിമ്പറിൻ്റെ ഇന്നർ പാർട്ടിൽ സംഭവിക്കുന്ന ഒരു ഡിഫക്റ്റാണ് ഈ honeycombing എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് cannot be identified by just seeing. It is mainly due to stresses developed during the drying of timber. ടിമ്പർ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് honeycombing. അത് ചുമ്മാ പുറത്തുനിന്ന് ഔട്ടറിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കേസ് ഹാർഡനിങ്. കേസ് ഈസ് നത്തിങ് ബട്ട് ദ ടോപ്പ് സർഫസ് ഓഫ് ദ വുഡ് വിച്ച് ഡ്രൈസ് റാപ്പിഡ്ലി ഡ്യൂറിങ് സീസണിങ് ബട്ട് ദി ഇന്നർ പാർട്ട് ഡിഡിങ്. അതായത് കേസ് എന്ന് പറയുന്നത് ടോപ്പ് സർഫസ് സീസണിങ്ങിൻ്റെ സമയത്ത് റാപ്പിഡ്ലി ഡ്രൈ ചെയ്യും, പക്ഷേ ഇന്നർ പാർട്ട് ഡ്രൈ ആവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഈ കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് സീസണിങ് സമയത്ത് ഔട്ടർ സർഫസ് ഡ്രൈ ആവും, പെട്ടെന്ന് ഡ്രൈ ആവും, ഇന്നർ ഡ്രൈ ആവില്ല. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് കൊളാപ്സ്. ഡ്യൂറിങ് ഡ്രൈയിങ് സം പാർട്സ് ഓഫ് ദ വുഡ് മേ ഡ്രൈ റാപ്പിഡ്ലി വൈൽ സം മേ നോട്ട്. ബിക്കോസ് ഓഫ് ദിസ് ഇംപ്രോപ്പർ ഡ്രൈയിങ് ഷ്രിങ്കേജ് ഓഫ് വുഡ് ഓക്കേഴ്സ്. ദിസ് റിസൾട്ട് ഇൻ ദ ഡിഫക്റ്റ് കൊളാപ്സ്. അപ്പോൾ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങൾ റാപ്പിഡ്ലി ഡ്രൈ ആവും, മറ്റുള്ളത് ഡ്രൈ ആവില്ല. അപ്പോൾ ഇത് കാരണം വുഡിൽ ഷ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഷ്രിങ്കേജ് കാരണം ഇതിലുണ്ടാകുന്ന ഡിഫക്റ്റാണ് കൊളാപ്സ്. അപ്പോൾ ഡ്യൂറിങ് സീസണിങ് സമയത്ത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് സം പാർട്സ് റാപ്പിഡ്ലി ഡ്രൈ ആവും, അനദർ പാർട്ട് ഉണ്ടാവില്ല, അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല. അത് കാരണം ഇംപ്രോപ്പറായിട്ട് ഉള്ള ഈ ഡ്രൈയിങ് കാരണം വുഡിൽ ഷ്രിങ്കേജ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് കൊളാപ്സ് എന്ന് പറയുന്നത്. ഇനി വാർപ്പ്. വാർപ്പിംഗ് ഈസ് ദ ലോസ് ഓഫ് ഷേപ്പ് ഓഫ് ദ വുഡ് ഡ്യൂ ടു സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ഡ്രൈയിങ്. അപ്പോൾ വാർപ്പ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് വുഡിലുണ്ടാകുന്ന സ്ട്രെസ്സസ് കാരണം അതിൻ്റെ ഷേപ്പ് ലോസ് ആവാം. It is the loss of shape due to stresses developed during the drying. ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ വുഡിൽ സ്ട്രെസ്സസ് ഉണ്ടായിട്ട് അതിൻ്റെ ഷേപ്പ് ലോസ് ആവുന്നതിനെയാണ് നമ്മൾ വാർപ്പ് എന്ന് പറയുന്നത്. കപ്പിംഗ്, ബൗവിങ്, ട്വിസ്റ്റിംഗ് ഓഫ് വുഡ് കം അണ്ടർ വാർപ്പിംഗ്. അപ്പോൾ ബൗവിങ്ങും ട്വിസ്റ്റിങ്ങും കപ്പിങ്ങും ഒക്കെ ഈ വാർപ്പിങ്ങിൽ വരുന്ന കേസാണ്. ഇനി നമുക്ക് പറയാനുള്ളത് റേഡിയൽ ഷേക്ക്. റേഡിയൽ ഷേക്സ് ഡെവലപ്ഡ് ആഫ്റ്റർ ദ ട്രീ being felled down and exposed to sun for seasoning. അപ്പോൾ റേഡിയൽ ഷേപ്പ് ഉണ്ടാവുന്നത് നമ്മുടെ ട്രീസ് ഫെൽ ഡൗൺ ചെയ്ത് അതിനെ സീസണിങ്ങിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്താണ്. ഇൻ ദിസ് കേസ് ദ ക്രാങ്ക്സ് റൺ റേഡിയലി ഫ്രം ബാർക്ക് ടു പിത്ത് ത്രൂ ആനുവൽ റിങ്സ്. അപ്പോൾ ആ സമയത്ത് ഈ ക്രാക്സ് എന്ത് സംഭവിക്കും, ബാർക്കിൽ നിന്ന് പിത്തിലേക്ക് ത്രൂ ആനുവൽ റിങ്സ് വഴി ഈ ഷേക്ക് ക്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഷേക്കിനാണ് നമ്മൾ റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയൽ ഷേക്ക് ഉണ്ടാകുന്നത് ട്രീസ് ഫെൽ ഡൗൺ ചെയ്ത് സീസണിങ്ങിന് വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ക്രാക്സ് ബാർക്കിൽ നിന്ന് പിത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും റേഡിയലി ത്രൂ ആനുവൽ റിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഷേക്കിനാണ് നമ്മൾ റേഡിയൽ ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഡ്യൂറിങ് കൺവേർഷൻ്റെ ആ സമയത്ത് ടിമ്പറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ,
ചിപ്പ് മാർക്ക്, വെയിൻ. അപ്പം 4 ടൈപ്പ് ഡിഫക്റ്റ് ആണുള്ളത്. അപ്പോൾ ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂറിങ് ദ കൺവേർഷൻ ഓഫ് ടിമ്പർ ഡിഫറെൻറ്റ് കട്ടിംഗ് സോഴ്സ് ആർ യൂസ്ഡ്. ദ കട്ടിംഗ് ഷുഡ് ബി ഡൺ പ്രോപ്പർലി. ഇഫ് ദർ ഈസ് എനി ഇംപ്രോപ്പർ കട്ടിംഗ് ബൈ ദ സോ ദെൻ എ ഡയഗണൽ ഗ്രെയിൻ വിൽ അപ്പിയർ. അപ്പോൾ നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സാണ് ഉപയോഗിക്കുന്നത്, അല്ല കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സോഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഇംപ്രോപ്പർ കട്ടിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സമയത്ത് ഡയഗണൽ ഗ്രെയിൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കട്ടിങ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡയഗണൽ ഗ്രെയിൻസ് ഉണ്ടാവും. ഇനി നമുക്ക് പറയുന്നത് ടോൺ ഗ്രെയിൻ ആണ്. അപ്പം നമ്മൾ കൺവേർഷൻ്റെ സമയത്ത് ഇഷ്ടംപോലെ ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൂൾ അല്ലെങ്കിൽ ഹെവി തിങ്സ് നമ്മൾ ആക്സിഡൻ്റലി ഫിനിഷ്ഡ് സർഫസിലേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഡിപ്രഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൂൾസ് നമ്മളിതിൽ യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യുന്ന സമയത്ത് ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി തിങ്സോ ഈ ഫിനിഷ്ഡ് സർഫസിൽ വീണാൽ അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഡിപ്രഷനെയാണ് നമ്മൾ ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് ചിപ്പ് മാർക്കാണ്. അപ്പോൾ ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ദ ടിമ്പർ ഇസ് കട്ട് ത്രൂ ദി പ്ലാനിങ് മെഷീൻ ദ പാർട്സ് ഓഫ് ദ മെഷീൻ മേ ഫോം ചിപ്സ് മാർക്ക് ഓൺ ഇറ്റ്. നമ്മൾ പ്ലാനിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും പാർട്ട് വഴി ചിപ്പ് മാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂഷ്വലി ബൈ ചിപ്സ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ്. ഫിനിഷ്ഡ് സർഫസിൽ ഒരു ചിപ്പായിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. അങ്ങനെയാണ് ചിപ്പ് മാർക്ക് തിരിച്ചറിയുന്നത്. ഓക്കെ, ഇനിയുള്ളത് വെയിൻ. ദ എഡ്ജ് ഓഫ് ദ ടിമ്പർ ലോക്ക് കണ്ടെയ്ൻസ് എ റൗണ്ടഡ് എഡ്ജ് ഓൺ വൺ സൈഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ്. ദിസ് റൗണ്ടഡ് എഡ്ജ് ഇസ് കോൾഡ് വെയിൻ. ഇത് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിമ്പറിൻ്റെ എഡ്ജ് പാർട്ടിൽ ഒരു റൗണ്ടഡ് എഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. ചില സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം റൗണ്ടഡ് എഡ്ജ് ആയിരിക്കും, കാരണം അതിൻ്റെ ഒറിജിനൽ റൗണ്ടഡ് സർഫസ് കാരണം തന്നെ അത് റൗണ്ടഡ് ആയി മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റിനെ, ഈ റൗണ്ടഡ് എഡ്ജിനെയാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാം ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഡ്യൂ ടു ഇൻസെക്ട്സ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കൺവേർഷൻ കൊണ്ടും ഫംഗൈ കൊണ്ടും നാച്ചുറൽ ഫോഴ്സസ് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി പറയാനുള്ളത് ഇൻസെക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് എന്താണ്? ടെർമൈറ്റ്സ്, ബീറ്റിൽസ്, മറൺ ബോറേഴ്സ്. ഇത്രയാണ് നമ്മുടെ ടിമ്പറിൽ എഫക്റ്റ് ചെയ്യുന്ന ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെർമൈറ്റ്സ് എന്താ ചെയ്യണമെന്ന് നോക്കാം. ടെർമൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് വൈറ്റ് ആൻഡ്സ് വിച്ച് ഫോം എ കോളനി ഇൻസൈഡ് ദ ടിമ്പർ ആൻഡ് ഈറ്റ് ദ കോർ പാർട്ട് ഓഫ് ദ ടിമ്പർ റാപ്പിഡ്ലി. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ടെർമൈറ്റ്സിനെയാണ് നമ്മൾ വൈറ്റ് ആൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ടിമ്പറിൻ്റെ ഉള്ളൊരു കോളനി ഫോം ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഇന്നർ പാർട്ട്, ഈ കോർ പാർട്ടിനെ റാപ്പിഡ്ലി ഇത് ഈറ്റ് ചെയ്യും. ദേ ഡു നോട്ട് ഡിസ്റ്റർബ് ദ ഔട്ടർ ലെയർ ഓഫ് ദ ടിമ്പർ സോ വൺ cannot identify their presence. The trees in tropical and subtropical regions are mostly affected by these termites. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഔട്ടർ ലെയറിൽ എഫക്റ്റ് ചെയ്യില്ല, ഇന്നറിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഇതിങ്ങനെ മേജറായിട്ട് എഫക്റ്റ് ചെയ്യുക. ഹവർ സം ട്രീസ് ലൈക്ക് സാലഡ്, തേക്ക് കനോട്ട് ബി അറ്റാക്ക്ഡ് ബൈ തെർമൈറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തെർമൈറ്റ് പ്രിവെൻറ്റിംഗ് കെമിക്കൽസ് ഇൻ ദർ സെല്ലുലോസ് പാർട്ട്. അപ്പം സാല്, തേക്ക് എന്ന് പറയുന്ന ട്രീയിലൊന്നും അങ്ങനെ തെർമൈറ്റ്സിൻ്റെ അറ്റാക്ക് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ സെല്ലുലോസ് പാർട്ടിന്, ഈ സാലിൻ്റെയും തേക്കിൻ്റെ ഒക്കെ സെല്ലുലോസ് പാർട്ടിന് ഈ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ടെർമൈറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കെമിക്കൽസ് ഉണ്ട് ആ സെല്ലുലോസ് പാർട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ തെർമൈറ്റ്സ് ഒന്നും സാലും തേക്കിലും ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ബീറ്റിൽസ് ഇൻ ടിമ്പർ. എന്താണ് ബീറ്റിൽസ്? They are a type of insects that destroy the sapwood of the tree and make a tunnel like a hole in the from the bark. ബീറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാപ്വുഡിനെ ഡിസ്ട്രോയ് ചെയ്യും, എന്നിട്ട് അതിലൊരു ടണൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇറ്റ് ഈസ് ലൈക്ക് ഹോൾ ഫ്രം ദി ബാർക്കിൽ നിന്ന് ഒരു ഹോള് പോലെ ഒരു ടണൽ ലൈക്ക് സ്ട്രക്ചർ അത് മേക്ക് ചെയ്യും. ഇറ്റ് ഈസ് ഡെസ്ട്രോയ് ദി സാപ്വുഡ്. യൂഷ്വലി ദ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഈസ് അറൗണ്ട് 2 mm. അപ്പോൾ അതിലുണ്ടാക്കുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത്, ഹോളിൻ്റെ ഡയമീറ്റർ ഏകദേശം 2 mm ആണ്. സാപ്വുഡിനെ ഇത് പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് ലാർവ ഓഫ് ദീസ് ബീറ്റിൽസ് യൂസ് ദിസ് ഹോൾസ്. അപ്പോൾ ഈ ബീറ്റിൽസിൻ്റെ ലാർവ എന്നിട്ട് ഈ ഹോൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ഹാർഡ്വുഡ് ട്രീസ് ക്യാൻ ബി പ്രോൺ ടു ഡാമേജ് ബൈ ദീസ് ബീറ്റിൽസ്. അപ്പോൾ ഓൾ ഹാർഡ്വുഡ് ട്രീസിന് ഇതിൽ they can prone to damage this by this beetles. അപ്പോൾ ഇതിന് ഡാമേജ് ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ബീറ്റിൽസിന് അതൊരു ടൈപ്പ് ഓഫ് ഇൻസെക്ട്സ് ആണ്. ഒരു ട്രീയുടെ സാപ്വുഡിനെ അറ്റാക്ക് ചെയ്തിട്ട് അത് അതിനെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മറൈൻ ബോറേഴ്സ് ഇൻ ടിമ്പർ. എന്താണ് ഈ മറൈൻ ബോറേഴ്സ്? ദേ ആർ ഫൗണ്ട് നിയർ ദി കോസ്റ്റൽ റീജിയൻ. കോസ്റ്റൽ ഏരിയസിലാണ് ഈ മറൈൻ ബോറേഴ്സിനെ കാണുന്നത്. ദേ ഡു നോട്ട് കൺസ്യൂം ദ വുഡ് ബട്ട് ദേ മേക്ക് ലാർജ് ഹോൾസ് ഓഫ് ഡയമീറ്റർ അപ് ടു
25 mm in the timber to live inside it. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടിമ്പറിനെ കൺസ്യൂം ഒന്നും ചെയ്യില്ല, പക്ഷെ അവർ ഏകദേശം ഒരു 25 mm ഡയമീറ്റർ ഉള്ള ഹോൾസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് താമസിക്കുക. ദ എക്സ്കവേറ്റ് അപ് ടു 60 mm ഡീപ്പ് ഇൻ ദ വുഡ്. അപ്പോൾ ഏകദേശം 25 mm ഡയമീറ്ററും 60 mm ലെങ്ത്തും ഉള്ള ഇത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്. ദ വുഡ് അറ്റാക്ക്ഡ് ബൈ മറൈൻ ഫോറസ്റ്റ് ഇസ് ലെസ് സ്ട്രെങ്ത് ആൻഡ് ഡിസ്കളേർഡ്. അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിമ്പർ ഡിസ്കളർ ആവുകയും ചെയ്തു, അതിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. ദേ കൻ അറ്റാക്ക് ഓൾ ടൈപ്സ് ഓഫ് ട്രീസ് പ്രസൻറ്റ് ഇൻ ദ റീജിയൻ. അവരുടെ കോസ്റ്റൽ റീജിയനിൽ ഉണ്ടാവുന്ന ട്രീസിൻ്റെ ഏത് ടൈപ്പ് ട്രീസിനെയും ഇവർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കൺസ്യൂം ഒന്നും ചെയ്യില്ല. ഏകദേശം 25 mm ഡയമീറ്ററും 60 mm ലെങ്ത്തും ഉള്ള ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് ഇൻ ടിമ്പറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ടിമ്പറിലുള്ള ഡിഫക്ട്സ് നാച്ചുറൽ ഫോഴ്സ് വഴി ഉണ്ടാകാം, ഇൻസെക്ട്സ് വഴി ഉണ്ടാകാം, അതുപോലെ കൺവേർഷൻ വഴി ഉണ്ടാകാം, ഡ്യൂറിങ് സീസണിങ് ഉണ്ടാവാം, ഫംഗൈഡ് അറ്റാക്ക് കൊണ്ട് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.